ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് വേദിയൊരുങ്ങുന്നു. ജനുവരി 29, 30, 31 തീയതികളിലാണ് ലോക കേരള സഭ നടക്കുക. 29-ന് തിരുവനന്തപുരം നിശാഗന്ധിയിലാണ് ഉദ്ഘാടനം. സുനിൽ കൊണ്ട് വിവരങ്ങൾ നൽകാനായി സുനിൽ വിശദാംശം. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം സാധാരണക്കാരായ പ്രവാസികൾക്ക് ഉണ്ടാവുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും LDF സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ 5ാം കേരള ലോക്സഭയുടെ തുടക്കമാവുകയാണ്. അതിന്റെ ചാർട്ട് ഏതാണ്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. അതിന്റെ പരിപാടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് അറിയുന്നത്. എന്തായാലും ഇതിന്റെ 5ാം പതിപ്പിനാണ് ഇപ്പോൾ വേദി ഒരുങ്ങുന്നത്. ജനുവരി 29, 30, 31 തീയതികളിലാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. 29-ന് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിലാണ് അതിന്റെ ഉദ്ഘാടന പരിപാടി. 30, 31 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സമ്മേളന പരിപാടികൾ നടക്കുന്നു. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ലോക കേരള സഭ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണിത്. ആ ബജറ്റ് സമ്മേളനത്തിനിടയിലാണ് സഭയ്ക്ക് അവധി നൽകി ലോക കേരള സഭയ്ക്കായി നിയമസഭ വിട്ടു നൽകുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് ഈ 3 ദിവസത്തെ പരിപാടിക്കായി ചെലവാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എന്നത് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത്രയും വലിയ തുക ഇത്തരം പരിപാടികൾക്ക് വിനിയോഗിക്കുന്നതിനെതിരെ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ വിമർശനം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പരിപാടിയുടെ ചാർട്ട് ഇപ്പോൾ പ്രിപ്പയർ ആയിരിക്കുന്നത്.